കച്ചത്തീവ് വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ കത്തി നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. കോൺഗ്രസ് വഞ്ചിക്കുകയായിരുന്നു തമിഴ്നാട്ടിനെ എന്ന് തന്നെയാണ് പറയുന്നത്. കോൺഗ്രസ് ഇപ്പോൾ ഈ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് സഖ്യകക്ഷിയായ ADMKയും രംഗത്തെത്തിയിരിക്കുന്നു. രജനി, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തമിഴ്നാട്ടിൽ ഏറ്റവും സജീവ ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് കച്ചത്തീവ് ഭാരതത്തിന് എങ്ങനെയാണ് കൈവിട്ടു പോയതെന്ന് സംബന്ധിച്ചാണ്. തമിഴ്നാട് BJP അധ്യക്ഷൻ അണ്ണാമലൈ അടുത്ത കാലത്ത് ഒരു RTI എടുത്തിരുന്നു. ആ RTIയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടുതൽ ചൂട് പിടിക്കുന്നത്. എന്നാൽ ഇതൊരു തെരഞ്ഞെടുപ്പിൽ മാത്രം ഉയരുന്നൊരു വിഷയമല്ല. കഴിഞ്ഞ കുറേ നാളുകളായും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇതൊരു ചർച്ചാ വിഷയം തന്നെയാണ്. കാരണം ഈ കച്ചത്തീവിലൂടെ മത്സ്യബന്ധനത്തിന് പോകുന്ന ധാരാളം തമിഴ് മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്ക കസ്റ്റഡിയിലെടുക്കുകയും അവരുടെ ഉപകരണങ്ങൾ തകർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ 6000-ലധികം മത്സ്യത്തൊഴിലാളികളെയാണ് ശ്രീലങ്ക കസ്റ്റഡിയിലെടുത്തത്. 1000-ലധികം മത്സ്യബന്ധന ഉപകരണങ്ങൾ ശ്രീലങ്ക തകർക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ പലപ്പോഴും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയാവുകയും തമിഴ്നാട്ടിലെ പല പ്രാദേശിക കക്ഷികൾ, പ്രത്യേകിച്ച് വൈക്കോയുടെ MDMK ഒക്കെ പോലെയുള്ള പല കക്ഷികളും ഈ കച്ചത്തീവ് തിരിച്ചു പിടിക്കണമെന്ന ആവശ്യമൊക്കെ പാർലമെന്റിൽ ഉൾപ്പെടെ ഉന്നയിച്ചതാണ്. പക്ഷേ ഈ അണ്ണാമലയുടെ RTIയോടുകൂടി ഇത് ഈ ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് ഇന്ത്യ മുന്നണിയെ തമിഴ്നാട്ടിൽ കുഴപ്പിക്കുന്നത് വൈക്കോയുടെ ചില പ്രസ്താവനകളാണ്. വൈക്കോയുടെ MDMK നിലവിൽ ഇന്ത്യ മുന്നണിക്കകത്താണ് ഈ MDMK ഉള്ളത്. പക്ഷേ MDMK ഇപ്പോൾ കോൺഗ്രസ് തമിഴ്നാടിനെ വഞ്ചിച്ചു എന്ന പ്രചരണം പല സ്ഥലങ്ങളിലും നടത്തുന്നു. വൈക്കോ തന്നെ ഇത്തരം ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. തമിഴ്നാട്ടിൽ ഏതാണ്ട് 15ഓളം തീരദേശ മേഖലകൾ, ആ മേഖലകളിലെല്ലാം ഈ കച്ചത്തീവ് വിഷയം ഇപ്പോൾ MDMKയെ ഉന്നയിക്കുകയാണ്. അതാണ് ഇന്ത്യ മുന്നണിയെ കുഴപ്പിക്കുന്നത്. തമിഴ്നാട് ഇന്ത്യ മുന്നണി കുറച്ച് പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ്. DMKയും കോൺഗ്രസും ഇടത് പാർട്ടികളും ഒപ്പം വൈക്കോയുടെ MDMKയും ഒക്കെ അടങ്ങുന്ന മുന്നണിയാണ് അവിടെ മത്സരിക്കുന്നത്. പക്ഷേ ഈ കച്ചത്തീവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇപ്പോൾ വൈക്കോ ഉന്നയിക്കുന്നു. കോൺഗ്രസും DMKയും ഒക്കെ വഞ്ചിക്കുകയായിരുന്നു എന്ന് മുന്നണിക്കകത്തുനിന്ന് തന്നെ ഇപ്പോൾ ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ DMKയും കുഴപ്പിക്കുകയാണ്. നമുക്കറിയാം 1974-ലാണ് ഭാരതത്തിൻ്റെ ഭൂപ്രദേശമായ കച്ചത്തീവ് എന്ന ദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകുന്ന ഒരു പശ്ചാത്തലം രൂപപ്പെടുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പല ചർച്ചകൾ നടന്നിരുന്നു. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ കച്ചത്തീവുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങൾ ഇരു രാജ്യങ്ങളും ഉന്നയിച്ചിരുന്നുവെങ്കിലും ബ്രിട്ടീഷ് ഭരണകാലത്തും ഇത് ഭാരതത്തിന്റെ ഭാഗമായിരുന്നു. രാമനാഥപുരം എന്ന രാജവംശത്തിന്റെ അല്ലെങ്കിൽ ആ രാജ ഭരണത്തിന് കീഴിലുള്ള പ്രദേശമായിരുന്നു കച്ചത്തീവ്. അതിനുശേഷം പിന്നീട് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അത് മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായി കച്ചത്തീവ് അറിയപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള സ്ഥലത്തെ ജവഹർലാൽ നെഹ്റുവും ഇന്ദിരയും അടങ്ങുന്ന ഭാരതത്തിന്റെ മുൻ പ്രധാനമന്ത്രിമാർ, അവരാണ് ഇത് നിസാരമായി തന്നെ ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകിയത് എന്നാണ് ചരിത്രം അല്ലെങ്കിൽ തെളിവുകൾ രേഖപ്പെടുത്തുന്നത്. നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം അത് വെറുമൊരു ഒന്നിനും കൊള്ളാത്ത ഭൂപ്രദേശം എന്ന പ്രസ്താവന അദ്ദേഹം പലയിടത്തും നടത്തി. അദ്ദേഹം നമുക്കറിയാം, ഇത് കച്ചത്തീവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ചൈന പിടിച്ചെടുത്ത അക്സായി ചിന്നിനെ പറ്റിയും നെഹ്റു പറഞ്ഞത് പുല്ല് പോലും കിളുക്കാത്ത പ്രദേശം എന്നുള്ളതായിരുന്നു. അങ്ങനെയുള്ള ചില ധാരണകളുള്ള വ്യക്തിയായിരുന്നു നെഹ്റു എന്നത് ഒരു വസ്തുതയാണ്. അങ്ങനെ നെഹ്റുവിൻ്റെ കാലത്ത് തന്നെ ഇതിനോടൊരു അവഗണനയുണ്ടായി. അത് വേണമെങ്കിൽ ശ്രീലങ്ക എടുത്തോട്ടെ എന്ന നിലപാടെടുത്തു. പിന്നീട് 74-ൽ ഇന്ദിരാ ഭരണകാലത്താണ് ഇതൊരു എഗ്രിമെന്റ് പ്രകാരം ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകുന്നൊരു പശ്ചാത്തലമുണ്ടായത്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശ്രീലങ്കയ്ക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. ശ്രീലങ്ക എന്ത് ചെയ്യണമെന്ന തീരുമാനിക്കുന്നതിലേക്ക് കമ്മ്യൂണിസ്റ്റ് ചൈനയൊക്കെ അവിടെ പിടിമുറുക്കുന്ന ഘട്ടത്തിലാണ് ഈ ദ്വീപ് ഭാരതത്തിന് വലിയൊരു ഭീഷണിയായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിലും കച്ചത്തീവിൽ കൈപ്പൊള്ളിയിരിക്കുക തന്നെയാണ് കോൺഗ്രസിന്. കച്ചത്തീവ് വിഷയത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് തമിഴ്നാട്ടിലും ഇന്ത്യ മുന്നണി. ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്.